ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 36 29/5/1987. പ്രിയപ്പെട്ടവളെ, അനുതപിക്കുക. സൃഷ്ടിയെ എന്നെ മഹത്വപ്പെടുത്തുക. വിശ്വാസത്തോടെ ചോദിക്കുക. നീ ചോദിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ അവിടുത്തോട് ചോദിച്ചിരുന്നു. എന്റെ യാചന വെറും അധരങ്ങളിൽ നിന്നുള്ള വാക്കുകൾ മാത്രമായതുകൊണ്ടാണ് വിശ്വാസത്തോടെ ചോദിക്കുക എന്ന് കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത്. ഞാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. എന്നെ ബഹുമാനിച്ചുകൊണ്ട്, എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നെ സ്നേഹിക്കുക. ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. സൃഷ്ടി, ഞാൻ ദൈവമാണ്. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലത്തും കാത്തു നിൽക്കുക. ഓരോ സ്ഥലത്തും എന്നെ മാത്രം ആഗ്രഹിക്കുക. ഓരോ സ്ഥലത്തും ഞാൻ ഉണ്ടായിരിക്കും. എന്റെ കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലത്തും ഞാൻ ഉണ്ടായിരിക്കും. നീയും അവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുരിശിന്റെ വഴിയിലെ ഓരോ സ്ഥലത്തും നീ മുട്ടുകുത്തി എന്നെ വണങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്താണ് അവിടുന്ന് അർത്ഥമാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏത് സ്ഥലങ്ങളാണവ? ഞാൻ ഓരോ സ്ഥലത്തും നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. ഞാൻ എന്താണ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് പരിശോധിക്കുക. കൃത്യമായി പരിശോധിക്കുക. എന്റെ ബലിയായി തീരുവാൻ ഞാൻ നിന്നെ ശുദ്ധീകരിക്കും. എന്നെ ആഗ്രഹിക്കുക. എന്റെ അടങ്ങാത്ത ദാഹത്തെ തൃപ്തിപ്പെടുത്തുക. കത്തിജ്വലിക്കുന്ന എന്റെ സ്നേഹത്തെ തൃപ്തിപ്പെടുത്തുക. നിന്റെ ദൈവമായ എന്നെ തൃപ്തിപ്പെടുത്തുക. നീ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ തടസ്സം കൂടാതെ എന്നെ ദർശിക്കുവാൻ വേണ്ടി നിന്റെ മൂടുപടം ഞാൻ പൂർണ്ണമായി നീക്കിക്കളയും. നിനക്ക് മുമ്പായി എന്നെ കണ്ടിട്ടുള്ളവരിൽ നിന്ന് എന്റെ സൗന്ദര്യത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടാകുമല്ലോ. വിശ്വസിക്കുക. എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ പിതാവിന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു വരിക. ഞാൻ നിന്റെ മൂടുപടം മുഴുവനായും എടുത്തു മാറ്റും. മകളെ, ഞാൻ നിന്നെ എന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? കർത്താവേ, എന്നാൽ എന്നിൽ വിശ്വസിക്കുക. എന്നിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാൻ മനുഷ്യരെ അനുവദിക്കരുത്. ഞാൻ നിനക്ക് ഈ കൃപാവരം നൽകിയിരിക്കുന്നതിനാൽ ഇതുപയോഗിച്ച് നീ എന്നിൽ എത്തിച്ചേരുക. സ്നേഹത്തെ ഭയപ്പെടാതിരിക്കുക. ഞാൻ സർവശക്തനാണ്. എന്റെ സർവശക്തിയിൽ വിശ്വസിക്കുക. നീ എന്റെ ആലയത്തിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനാൽ നീ എന്റെ ആലയത്തിൽ തുടർന്നുകൊണ്ടായിരിക്കുവാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കും. എന്റെ ദൈവമേ, എന്റെ സ്വന്തം കുറ്റം കൊണ്ട് എനിക്ക് അങ്ങേക്ക് എന്നെയും നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ നീ മറന്നുപോയോ? നീ എന്റെ മണവാട്ടിയാണ്. നീ എന്റെ ഭവനത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ നിന്നെ പോഷിപ്പിക്കുന്നു. എന്റെ പ്രകാശത്താൽ ഞാൻ നിന്നെ പൊതിയുന്നു. നിന്റെ ബലഹീനതയെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. നിന്റെ ദുരിതം നിമിത്തം ഞാൻ നിന്നെ ഒരു കുട്ടിയെപ്പോലെ കരുതുന്നു. ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുകയില്ല? വസൂല, നിനക്ക് എന്നോട് സന്തോഷമാണോ? അതെ കർത്താവെ, അവിടെ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്തെന്നാൽ അങ്ങാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. അങ്ങാണ് എന്റെ പുഞ്ചിരി. നിന്റെ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴും എന്നെ സ്നേഹിക്കുക. കർത്താവെ, വരൂ. നീ ബലഹീനയാണെങ്കിലും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. എന്റെ സന്ദേശങ്ങളുടെ ദൗത്യവാഹകയാകുന്നതിന് നീ ശക്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഏറ്റവും നന്നായി കാണുന്നതിനായി നിന്റെ കണ്ണുകളുടെ മൂടുപടം പൂർണ്ണമായി ഞാൻ എടുത്തു മാറ്റണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അങ്ങയുടെ ആഗ്രഹമാണെങ്കിൽ. എന്റെ അടുക്കലേക്ക് എത്തുവാൻ നിനക്ക് ഏതാനും ചുവടുകൾ കൂടി മതി. നീ ഏതാണ്ട് അവിടെ എത്താറായിരിക്കുന്നു. ഞാൻ നിന്റെ കണ്ണുകളെ പൂർണ്ണമായി തുറക്കും. അപ്പോൾ നിന്റെ രക്ഷകനെ നിന്റെ കൺമുമ്പിൽ നീ കാണും. നിനക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി എന്റെ 5 തിരുമുറവുകളും തുറന്നിട്ടിരിക്കും. എന്റെ വേദനകൾ അനുഭവിച്ചറിയുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. ആ നിമിഷത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നിന്നിൽ നിന്ന് സ്നേഹമുള്ള വാക്കുകൾ ഞാൻ കേൾക്കട്ടെ. വസൂല, നീ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിലും നീ കൂടുതലായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലേ? എന്റെ സാന്നിധ്യം അനുഭവപ്പെടുമ്പോഴും എന്നെ കാണുമ്പോഴും എന്നെ നോക്കി പുഞ്ചിരിക്കുക. നിന്റെ കഴിവിനെക്കുറിച്ചും നിന്റെ ജ്ഞാനത്തെക്കുറിച്ചും എനിക്ക് ശരിയായ ബോധ്യമുണ്ട്. എന്റെ കൂടെയുള്ളത് വെറും ഒരു ഒന്നുമില്ലായ്മ മാത്രമാണെന്ന് എനിക്കറിയാം. വരൂ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു വെറും ഒന്നുമില്ലായ്മയെയാണോ അഥവാ ഒരു എതിരാളിയെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്? എന്റെ വാക്കുകളും ആഗ്രഹങ്ങളും ലോകമെങ്ങും എത്തിക്കുവാൻ ഞാൻ നിശ്ചയമായും ഒരു ഒന്നുമില്ലായ്മയെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഇക്കാര്യത്തിന് ഒരു സംശയവും വേണ്ട. കർത്താവെ, അവിടുന്ന് എനിക്ക് വളരെയധികം നൽകിയിരിക്കുന്നു. ഞാൻ അങ്ങയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വസൂല, എനിക്ക് തരുവാൻ കഴിയുന്ന എന്തെങ്കിലും നിനക്കുണ്ടോ? അങ്ങേക്ക് ഞാൻ എന്തു നൽകുവാനാണ്? നിശ്ചയമായും നിന്റെ പക്കൽ അല്പമുണ്ട്. എനിക്ക് നൽകുവാനായി നിന്റെ പക്കൽ ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ അങ്ങേക്ക് നൽകുവാനായി എന്റെ പക്കൽ എന്തെങ്കിലും കാണും. എനിക്കത് വേണമോ വേണ്ടയോ എന്നുള്ളത് നീ നിന്നോട് തന്നെ സ്വയം ചോദിച്ചുവോ?
ഞാൻ സ്വയം പര്യാപ്തനാണ്. ഞാൻ എനിക്ക് തന്നെ മതിയായവനാണ്. ഏതായാലും ഞാൻ അങ്ങേക്ക് എന്തെങ്കിലും നൽകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവോ? അതെ, ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ എന്തു നൽകിയാലും അത് അങ്ങയുടെ ദൃഷ്ടിയിൽ നല്ലതായിരിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം അങ്ങ് പരിപൂർണനാണ്. എന്തു തന്നെയായാലും ഞാനത് സ്വീകരിക്കും. അത് തിന്മയാണെങ്കിലും ഞാനത് നന്മയാക്കി രൂപാന്തരപ്പെടുത്തും. ഞാൻ ദൈവമാണ്. അങ്ങേക്ക് നൽകുവാൻ നന്മയായിട്ടുള്ളത് എന്തെങ്കിലും എന്റെ പക്കലുണ്ടോ? നിനക്കുണ്ട്. എന്നാൽ നന്മയായിട്ടുള്ളതെല്ലാം എന്നിൽ നിന്ന് വരുന്നു. ഞാൻ അത് നിനക്ക് നൽകിയിരിക്കുന്നു. എല്ലാ നന്മയും എന്നിൽ നിന്ന് വരുന്നു. ഞാൻ അല്പം നിരാശയിലായി. എനിക്ക് അവിടുത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അങ്ങേക്ക് നൽകുവാനായി എനിക്ക് എന്നിൽ തന്നെ യാതൊന്നുമില്ല. അങ്ങനെയല്ല, നിന്നിൽ നന്മയായിട്ടുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതാണ്. ഒരു നല്ല ചിത്രം അങ്ങേക്ക് നൽകിയാലോ? വസൂല, നീ വരച്ചിട്ടുള്ള ചിത്രങ്ങളോ? ചിത്രരചന നടത്തുവാനുള്ള ഈ കലാപരമായ കഴിവ് നിനക്ക് ഞാനല്ലേ നൽകിയത്? ഈ ദാനവും എന്നിൽ നിന്നല്ലേ വരുന്നത്? എങ്കിൽ പിന്നെ എനിക്ക് എന്ത് അങ്ങേക്ക് നൽകുവാൻ കഴിയും? സ്നേഹം. എന്നെ ആരാധിക്കുക, എന്നെ ആരാധിക്കുക. നിന്റെ ഇച്ഛാശക്തി എനിക്ക് നൽകിക്കൊണ്ട് നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുക. എനിക്ക് നൽകുവാൻ നിനക്ക് കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം അതായിരിക്കും. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണെന്നും അങ്ങ് അറിയുന്നു. കുഞ്ഞെ, ഇത് കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. 29/5/1987. പെട്ടെന്ന് യേശുവിന്റെ കുരിശ് എന്റെ മേൽ ശക്തിയായി പതിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ആ കുരിശ് വഹിക്കുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് തോന്നി. എടുത്തുയർത്തുക, എന്റെ കുരിശ് വഹിക്കുക, എന്നോടൊപ്പം പരിശ്രമിക്കുക. നമുക്കൊരുമിച്ച് കുരിശ് വഹിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്റെ കുരിശ് വഹിക്കുക. എനിക്കിപ്പോൾ നിന്നിൽ വിശ്രമിക്കണം. പിന്നീട് കരിസ്മാറ്റിക് ഗ്രൂപ്പുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ്, എന്റെ ആടുകളെ നീ പരിപോഷിപ്പിക്കുമോ? എന്റെ കരം പിടിക്കുക. ഞാൻ നിന്നെ നയിക്കാം. ഞാൻ നിന്നെ സംരക്ഷിക്കാം. അന്ന് വൈകുന്നേരം എനിക്ക് വീണ്ടും കുന്തിരിക്ക സുഗന്ധം അനുഭവപ്പെട്ടു. എന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരിക്കലും സംശയിക്കരുത്. ദൈവത്തെ സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അവനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധാത്മാക്കളെ നീക്കം ചെയ്യുവാൻ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ വെച്ച് എനിക്ക് വിവേചിച്ചറിയാൻ സാധിച്ചൊരു കാര്യമാണിത്. എന്നെ സന്തോഷിപ്പിക്കുക. നിനക്കാവശ്യമുള്ളത് എന്തിനും വേണ്ടി എന്നെ വിളിച്ചുകൊള്ളുക. വസൂല, ആ ചെറുപ്പക്കാരനോട് അവന്റെ സഹോദരനായ എന്നെക്കുറിച്ച് പറയുക. ഞാനാണ് അവനെ സ്നേഹിക്കുകയും അവനു വേണ്ടി കരുതുകയും ചെയ്യുന്ന അവന്റെ സഹോദരൻ. ഞാൻ ജീവിക്കുന്നുവെന്ന് അവനോട് പറയുക. ഞാൻ അവനെ അളവില്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ അവനു വേണ്ടി മരിച്ചു. കുഞ്ഞെ, എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമോ? എന്റെ രക്ഷാകരമായ സ്നേഹത്തിൽ വിശ്വസിക്കുക. 31/5/1987. ഞായറാഴ്ച. വസൂല, വന്നെന്നെ സ്വീകരിക്കുക. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എന്നെ സന്തോഷിപ്പിക്കുക. വന്നെന്നെ കാണുക. നീ എന്റേതാണെന്ന് പറയുക. ഞാനത് കേൾക്കട്ടെ. യേശുവേ, ഞാൻ അങ്ങയുടേതാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വസൂല, വർഷങ്ങളായി ഞാൻ ഈ വാക്കുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു. നീ എന്റേതായി തീർന്നതുകൊണ്ട് എന്നെ സ്നേഹിക്കുക. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ വിശ്വസിക്കുക. ഞാൻ നിന്നെ പഠിപ്പിക്കാം. പിന്നീട് എന്റെ കൈ ചലിക്കുന്നത് എന്നെ ഇപ്പോഴും വിസ്മയിപ്പിക്കുന്നു. യേശുവേ, അങ്ങേക്ക് അതറിയാമോ? എനിക്കറിയാം. ഞാൻ സർവശക്തനാണല്ലോ. വസൂല, എന്നെപ്പോലെ സമാധാനമായിരിക്കുക, ശാന്തമായിരിക്കുക. ഞാൻ സന്ദേശം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 2 പ്രാവശ്യം എന്റെ മകൻ വന്ന് വാതിൽ വലിച്ചടച്ചത് എനിക്ക് തടസ്സം അനുഭവപ്പെടാൻ ഇടയായി. എന്നെ സ്നേഹിക്കുക. എനിക്ക് ഉത്തരം നൽകുക. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരിക്കലും എനിക്കുള്ള സ്ഥാനം മറ്റൊന്നിനും കൊടുക്കരുത്. എനിക്ക് പ്രഥമ സ്ഥാനം നൽകുക. ആദ്യം എന്നെ നോക്കുക. എപ്പോഴും എന്നേക്കും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കണ്ണാടിയെപ്പോലെ എന്റെ ഒരു പ്രതിബിംബമായി നിലകൊള്ളുക. ഒരിക്കലും മറ്റാരെയും അന്വേഷിക്കരുത്. എന്നെ മാത്രം അന്വേഷിക്കുക. നിന്റെ കഴിഞ്ഞ കാലത്തിലെ പഴയ ശീലങ്ങൾ ആഗ്രഹിക്കരുത്, അന്വേഷിക്കരുത്. ഞാൻ പരിശുദ്ധനും കർത്താവുമാണ്. നമ്മൾ രണ്ടുപേരും ഐക്യപ്പെട്ട ഒന്നായി തീർന്നിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ എനിക്കായിട്ട് മാത്രം നിത്യമായി കാത്തു സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വയം വിനീതനാവുക. എന്നിൽ നിന്ന് പഠിക്കുക. എന്നെ മാത്രം ആഗ്രഹിക്കുക. എനിക്ക് വേണ്ടി ശ്വസിക്കുക. ഇനിയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നേരെ പോകുക. പ്രിയപ്പെട്ടവളെ, നിന്നെ ഉപയോഗപ്പെടുത്തുവാൻ എന്നെ അനുവദിക്കുക. എന്നെ മുറുകെ പിടിച്ചുകൊള്ളുക.
നിന്റെ ലളിതമായ വാക്കുകൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുക. ലാളിത്യം എന്നെ ആകർഷിക്കുന്നു. നിന്റെ ലളിതമായ വാക്കുകൾ ഒരിക്കൽ കൂടെ പറയുക, ഞാനത് കേൾക്കട്ടെ. എന്നോട് ഇപ്രകാരം പറയുക, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ, അങ്ങാണെന്റെ ആനന്ദം. യേശുവേ, അങ്ങാണെന്റെ ശ്വാസം. യേശുവേ, അങ്ങാണെന്റെ വിശ്രമം. യേശുവേ, അങ്ങാണെന്റെ കാഴ്ച. യേശുവേ, അങ്ങാണെന്റെ പുഞ്ചിരി. മകളെ, ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നിനക്ക് സമയം ലഭിച്ചിരുന്നെങ്കിൽ നീ എന്നെ ഇതിൽ കൂടുതലായി സന്തോഷിപ്പിക്കുമായിരുന്നു. ഇനി മുതൽ നീ എന്നെ മൗനമായി അന്വേഷിക്കും. തികഞ്ഞ നിശബ്ദതയിൽ നീ എന്നെ സ്നേഹിക്കും. നീ നിശബ്ദമായി പ്രാർത്ഥിക്കും. എന്റെ ആത്മീയ ലോകത്തിലേക്ക് നീ നിശബ്ദമായി പ്രവേശിക്കും. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ എന്നർത്ഥം. എനിക്കിപ്പോൾ പ്രതിസമ്മാനം തരിക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ തന്നെ എനിക്ക് നൽകിക്കൊണ്ട് എന്നെ ബഹുമാനിക്കുക. എന്നെ ദുഃഖിപ്പിക്കരുത്. പ്രിയപ്പെട്ടവളെ, എന്റേതായിരിക്കുക. നിനക്ക് പറയുവാനുള്ളത് പറയുക. കർത്താവെ, മൗനത്തിൽ എങ്ങനെയാണ്? മൗനമായി എന്നെ നോക്കിക്കൊണ്ട് നീ ശാന്തമായി നിലകൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റ് യാതൊരു ചിന്തകളുമില്ലാതെ മൗനത്തിൽ എന്നെ അന്വേഷിക്കുക. മറ്റു ചിന്തകളൊന്നുമില്ലാതെയോ? യാതൊരു ചിന്തകളുമില്ലാതെ നിശബ്ദത ആഗ്രഹിക്കുക. യേശുവെ, ഒരു കുടുംബത്തിൽ ഈ നിശബ്ദത എനിക്ക് എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും? അത് അസാധ്യമല്ലേ? ഞാനത് നിനക്ക് തരും. വസൂല, എനിക്ക് നിന്നോട് അനുകമ്പ തോന്നുന്നു. എന്റെ സാക്ഷ്യമേ, എന്റെ മീറയെ, എന്റെ സ്നേഹമേ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യാതിരിക്കുക? നിന്റെ നികൃഷ്ടതയെയും നിന്റെ വീഴ്ചകളെയും പ്രതി എന്റെ ഹൃദയം അനുകമ്പ കൊണ്ട് നിറയുന്നു. കർത്താവായ ഞാൻ നിന്നെ സഹായിക്കും. ഉപേക്ഷിക്കപ്പെട്ടവളായോ സ്നേഹിക്കപ്പെടാത്തവളായോ തോന്നരുത്. സ്നേഹിക്കപ്പെടാത്തവളായി നിനക്ക് അനുഭവപ്പെട്ട ആ സമയത്ത് എനിക്കെന്ത് പ്രയാസം തോന്നിയെന്ന് നിനക്കറിയാമോ? എവിടെ വെച്ച്? എന്റെ ദേവാലയത്തിൽ വെച്ച്. ഒരു വൈദികനുമായി നടത്തിയ തർക്കത്തിൽ അദ്ദേഹം യേശു കാനാൻകാരി സ്ത്രീയുടെ മകളെ സുഖപ്പെടുത്തുവാൻ വിസമ്മതിച്ച സംഭവം ഉദ്ധരിച്ചുകൊണ്ട് യേശു ചിലപ്പോൾ ചിലരെ നിരസിക്കുകയും അവരെ നേരെ വാതിലടയ്ക്കുകയും ചെയ്യാറുണ്ടെന്ന് വാദിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ യേശു അവളെ നിരസിക്കുകയല്ല, പ്രത്യുത അവളുടെ വിശ്വാസത്തെ പരിശോധിക്കുകയാണ് ചെയ്തത്. പക്ഷേ തിരുവചനത്തിലുള്ള ഈ സംഭവ വിവരണം മുഴുവൻ വായിക്കുവാൻ അദ്ദേഹം എന്നെ അനുവദിച്ചില്ല. യേശുവുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഞാൻ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു. കത്തോലിക്ക വിശ്വാസിയല്ലാത്ത എനിക്ക് അനുവാദമില്ലാതിരുന്ന വിശുദ്ധ കുർബാന സ്വീകരിച്ചു എന്ന ചിന്തയിൽ എന്തോ തിന്മ പ്രവർത്തിച്ചു എന്ന രീതിയിൽ അടുത്ത ഞായറാഴ്ച ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവത്തിന് എന്നോട് കോപമായിരിക്കുമെന്ന് കരുതി ഞാൻ അസ്വസ്ഥപ്പെട്ടിരുന്നു. ഞാൻ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നതേയുള്ളൂ. ആ സംഭവമാണ് യേശു ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ വീണ്ടും ക്രൂശിതനായതായി എനിക്ക് അനുഭവപ്പെട്ടു. വീണ്ടും എനിക്ക് മുറിവേറ്റതായിട്ടും ചമ്മട്ടിയടിയേറ്റതായിട്ടും എന്റെ മേൽ കാർക്കിച്ചു തുപ്പിയതായിട്ടും എന്നെ ആണിയടിച്ച് കുരിശിൽ തറച്ചതായും എനിക്ക് അനുഭവപ്പെട്ടു. വസൂല, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. എന്റെ സഭയെ പുനരുദ്ധരിക്കുവാൻ എന്നെ സഹായിക്കുക. നിന്നെ ഉപയോഗിക്കുവാൻ എന്നെ അനുവദിച്ചുകൊണ്ട് എന്നെ സഹായിക്കുക. മകളെ, ധൈര്യമായിരിക്കുക. യേശുവെ, ഇതെല്ലാം അങ്ങയെ മുറിവേൽപ്പിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതായത്, ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന അനുഭവം എനിക്കുണ്ടായത് അങ്ങയെ മുറിവേൽപ്പിച്ചു എന്ന കാര്യം. ഇല്ല, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ നിരസിക്കുകയില്ല എന്ന കാര്യവും നിനക്കറിയില്ലായിരുന്നു. ഞാൻ സ്നേഹമാണ്. സ്നേഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾ എത്രമാത്രം ദുഷ്ടനാണെങ്കിൽ പോലും സ്നേഹം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. 1-6-1987. വസൂല, എന്റെ 2 കരങ്ങളിലും മുറിവുകളുണ്ട്. എന്റെ 2 പാദങ്ങളിലും മുറിവുകളുണ്ട്. എന്റെ ഹൃദയം കാണുമാറ് എന്റെ പാർശ്വം പിളർന്നിരിക്കുന്നു. അവർ എന്നെ വീണ്ടും വീണ്ടും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അവർ എന്റെ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, സഭയുടെ സ്ഥിതി ഇത്രയും ഗുരുതരമാണോ? അതെ, തിന്മ അവരെ അന്ധരാക്കിയിരിക്കുന്നു. അവരുടെ ഇടയിൽ സ്നേഹമില്ലാതായിരിക്കുന്നു. അവർക്ക് ആത്മാർത്ഥതയില്ല. അവർ എന്റെ വചനങ്ങളെ വളച്ചൊടിച്ചിരിക്കുന്നു. അവർ എന്റെ ശരീരമാകുന്ന സഭയെ വികലമാക്കിയിരിക്കുന്നു. എന്റെ നീതിയുടെ പാനപാത്രം വക്കോളം നിറഞ്ഞിരിക്കുന്നു. അത് കവിഞ്ഞൊഴുകുവാൻ ഇടയാക്കരുത്. എന്റെ ശരീരമാകുന്ന സഭയെ അവർ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവായ ഞാൻ സ്നേഹമാണ്. പരസ്പരം വിഷമുള്ള കൂരമ്പുകൾ എറിയുന്നത് അവർ അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഇടയിൽ പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരിധിവരെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിയും. സത്യം തിന്മയെ തുറന്നു കാട്ടും. അവർക്ക് യഥാർത്ഥത്തിൽ യാതൊന്നും എനിക്കായി അർപ്പിക്കുവാനില്ലാതിരിക്കുമ്പോൾ ഈ വ്യർത്ഥമായ ആചാരങ്ങളെല്ലാം എന്തിനു കാട്ടിക്കൂട്ടുന്നു? എനിക്ക് വേണ്ടത് നൈർമല്യവും സ്നേഹവും വിശ്വസ്തതയും വിനയവും വിശുദ്ധിയുമാണ്.
ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ എന്നിൽ അന്വേഷിക്കുക, ഞാൻ അവ നിങ്ങൾക്ക് നൽകും. എൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കുക, അല്ലാതെ നിങ്ങളുടെ താല്പര്യങ്ങളല്ല. എന്നെ മഹത്വപ്പെടുത്തുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുക. വാക്കുകൾ പോരാ, നേരെ മറിച്ച് സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രവർത്തികൾ എൻ്റെ സഭയെ പുനരുദ്ധരിക്കും. സഹോദരരെ, പരസ്പരം സ്നേഹിക്കുക. പ്രിയപ്പെട്ടവളെ, എത്രമാത്രം ഞാൻ പുനരുദ്ധരിക്കേണ്ടിയിരിക്കുന്നു. മകളെ, വരൂ, എന്നിൽ വിശ്രമിക്കുക. നിനക്ക് സമാധാനമുണ്ടാകട്ടെ. 2-6-1987. കുറച്ചു കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വരിക. അപ്പോൾ ഞാൻ നിനക്ക് വേണ്ട പ്രാഥമിക ഉപദേശങ്ങൾ നൽകാം. വസൂല, വരയ്ക്കുക. ആ 3 വരകൾ ഒന്നിപ്പിക്കുക. ഐക്യപ്പെടുന്നതിനു വേണ്ടി നിങ്ങളെല്ലാവരും കുനിയുവാൻ, എളിമപ്പെടുവാൻ തയ്യാറാകണം. പരസ്പരം ഐക്യപ്പെടുന്നതിനു വേണ്ടി നിങ്ങളെല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച നടത്തുവാൻ തയ്യാറാകണം. ഇതേപ്പറ്റിയുള്ള ദർശനം കർത്താവ് എനിക്ക് നൽകി. നേരെ നിൽക്കുന്ന, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന 3 ഇരുമ്പ് ദണ്ഡുകൾ കർത്താവ് എനിക്ക് ദർശനത്തിൽ കാണിച്ചു തന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, അവർ എളിമപ്പെട്ട് കുനിയുവാൻ തയ്യാറാകാതിരുന്നാൽ എങ്ങനെ അവരുടെ നേതാക്കൾ കൂടിക്കാണും? പിന്നീട് പ്രഭാതത്തിൽ ഞാൻ പുറത്തുപോയി. ഈ ദർശനത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ അതിന്റെ ഗൗരവം എനിക്ക് കൂടുതലായി മനസ്സിലായി. എനിക്കൊരു വിമിഷ്ടം അനുഭവപ്പെട്ടു. യേശുവേ, ഞാനാണ്, ധൈര്യമായിരിക്കുക. കുട്ടി, എടുത്തു പൊക്കുക. പ്രിയപ്പെട്ടവളെ, എൻ്റെ കുരിശ് എടുത്തുയർത്തുക. വിഷമിക്കരുത്, നമ്മൾ ഒന്നിച്ചാണ് എടുത്തുയർത്തുന്നത്. എൻ്റെ വസൂല, നമ്മൾ ഒന്നിച്ചാണ് പരിശ്രമിക്കുന്നത്. നീ ക്ഷീണിക്കുമ്പോൾ നീ എൻ്റെ മേൽ ചാരി ആശ്രയിക്കുക. ഞാൻ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്റെ മേൽ ചാരി ആശ്രയിക്കുവാൻ എന്നെ അനുവദിക്കുക. എൻ്റെ അടുക്കൽ വരിക. എൻ്റെ അഭിലാഷങ്ങൾ ഞാൻ പൂർത്തീകരിക്കട്ടെ. മൃദുവായ മെഴുകുപോലെയായി തീരുക. എൻ്റെ കരം നിന്റെ മേൽ എൻ്റെ വചനം ആലേഖനം ചെയ്യട്ടെ. ഇതിനായി തയ്യാറാകുക. ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വരൂ, സ്നേഹം നിന്നെ ഉപദ്രവിക്കുകയില്ല. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലയോ പിതാവേ, അവസാനം വരെയും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ ബലഹീനയാണ്. അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ശക്തി എനിക്ക് തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവളെ, വരൂ, നിന്റെ ഭയങ്ങൾ ഉപേക്ഷിച്ച് എന്നെ കേൾക്കുക. നിന്റെ ദൈവത്തിനായി കാത്തിരിക്കുക. എന്റെ സഭയെ ഐക്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സ്വീകരിക്കുവാൻ ഞാൻ നിന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവളെ, ധൈര്യമായിരിക്കുക. എനിക്ക് അങ്ങയുടെ ധൈര്യം വേണം. എന്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നോടുള്ള നിന്റെ സ്നേഹം ഞാൻ ബലപ്പെടുത്തുകയും ചെയ്യും. വസൂല, എന്റെ വാക്കുകൾ നീ എഴുതിയെടുക്കുമോ? എന്നിൽ നിന്ന് പാനം ചെയ്യുക. സുഖസൗകര്യങ്ങൾ അന്വേഷിക്കരുത്. ഞാൻ ഭൂമിയിൽ ശരീരത്തിലായിരുന്നപ്പോൾ എന്ന പോലെ ദാരിദ്ര്യം സ്വീകരിക്കുക. എന്നെ ചമ്മട്ടി കൊണ്ടടിക്കുന്നവരുടെ വൈരുദ്ധ്യവും മഹത്വവും നമ്മൾ രണ്ടുപേരും അനുഭവിച്ചറിയേണ്ടതിന് വളരെ ലളിതമായ ജീവിതം നയിക്കുക. ഞാൻ ആ വൈരുദ്ധ്യം അനുഭവിച്ചറിയട്ടെ. എന്റെ ഹൃദയത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്റെ സഭയെ പുഷ്ടിപ്പെടുത്തുക. എന്റെ ഹൃദയത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. എന്റെ കുഞ്ഞെ, അപ്പോൾ നീ എല്ലാം ഗ്രഹിക്കും. എന്റെ ദൗത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ തുടങ്ങി. അക്കാരണത്താലാണ് ഞാൻ ഭയപ്പെടുന്നത്. യേശു സഭയെ ആഴത്തിൽ നവീകരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.